ലോകത്തിലെ മയക്കുമരുന്ന് വിപണിയുടെ 90% നടത്തുന്ന രാജ്യമായിരുന്നു കൊളംബിയ. ഈ കൊളംബിയൻ അധോലോകത്തിന്റെ തലതൊട്ടപ്പനായിരുന്നു പാബ്ലോ എസ്കോബാർ. കൊളംബിയൻ അധോലോകത്തിന്റെ അവസാന വാക്കായി മാറിയ മയക്കുമരുന്ന് മാഫിയായ മെഡലിയൻ കാർട്ടലിന്റെ സ്ഥാപകൻ കൂടിയായിരുന്നു പാബ്ലോ. ഈ ലോകം കണ്ട ഏറ്റവും വലിയൊരു പണക്കാരനും ക്രൂരനായ ഒരു ഗാങ്സ്റ്ററും അങ്ങനെ തന്നെ വിശേഷിപ്പിക്കണം പാബ്ലോയെ. അദ്ദേഹത്തിന്റെ സ്വത്ത് വിവരങ്ങൾ, അതായത് ആസ്തി, ഏകദേശം $22 ബില്യൺ അടുത്തുണ്ടായിരിക്കും. അതായത് അന്നത്തെ കാലത്ത് ഏകദേശം ഇന്ത്യ മുഴുവനായി വാങ്ങാൻ കഴിയുമായിരുന്നു അദ്ദേഹത്തിന്. മയക്കുമരുന്ന് വിൽപ്പനയുടെ തുടക്കകാലത്തിൽ വെറുമൊരു ഡെലിവറി ബോയ് ആയിട്ടായിരുന്നു പാബ്ലോ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഉൾപ്പെട്ടിരുന്നത്. എന്നിരുന്നാലും ചുരുങ്ങിയ കാലയളവിൽ ഈ വിപണിയിലായി ഒരു ഗ്യാങ് രൂപപ്പെടുത്തിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ആ ഗ്യാങ് ആയിരുന്നു മെഡലിയൻ കാർട്ടൽ. അമേരിക്കയിൽ പകുതിയിലധികവും മയക്കുമരുന്നിന് അടിമയായിരുന്ന ഒരു കാലമായിരുന്നു 1970-കൾ. ഇതുതന്നെയായിരുന്നു പാബ്ലോയുടെ വളർച്ചയുടെ ആദ്യ ചവിട്ടുപടിയും. അതിനായി കൊളംബിയയിൽ നിന്നും അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കടത്താനായി സുരക്ഷിതമായ ഒരു മാർഗം അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. അതായത് കൊളംബിയയിൽ നിന്നും അമേരിക്കയിലേക്ക് പോകുന്ന ഫ്ലൈറ്റിലെ പൈലറ്റുമാർക്ക് പണം നൽകി അവരെ സ്വാധീനിച്ച് ഡ്രഗ്സ് കടത്താനുള്ള രീതിയായിരുന്നു പാബ്ലോ കണ്ടെത്തിയിരുന്നത്. ഇതുവഴി തന്നെയാണ് അദ്ദേഹം എളുപ്പത്തിൽ ഒരു ശതകോടീശ്വരനായി മാറുന്നതും. 1975 ആരംഭിച്ച പാബ്ലോയുടെ ബിസിനസ് വെറും 5 വർഷം കൊണ്ട് ഒരു മാസത്തിൽ ഏകദേശം 60 മുതൽ 80 ടൺ വരെ മയക്കുമരുന്ന് കയറ്റി അയക്കുന്ന ഒരു അധോലോക സാമ്രാജ്യമായി മാറിക്കഴിഞ്ഞിരുന്നു. ഇതിൽ നിന്ന് തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ വളർച്ച മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു വളർച്ചയ്ക്ക് ശേഷം മറ്റൊരുപാട് രാജ്യങ്ങളിലേക്ക് പാബ്ലോ ഡ്രഗ്സ് കയറ്റി അയച്ചു തുടങ്ങി. അതിനുശേഷം ആയുധക്കടത്ത്, കൊലപാതകം, ബോംബ് സ്ഫോടനങ്ങൾ, തീവ്രവാദം എന്നിങ്ങനെ മെഡലിയൻ കാർട്ടൽ ഗ്യാങ്ങിന്റെ കുറ്റകൃത്യങ്ങൾ കൂടുതലായി എല്ലാ മേഖലകളിലേക്കും വളർന്നു വന്നു. നമുക്ക് വിശ്വസിക്കാവുന്നതിൻ്റെയും അപ്പുറത്താണ് പാബ്ലോയുടെ പെട്ടെന്നുള്ള വളർച്ച. ഒറ്റ ദിവസം കൊണ്ട് ഏകദേശം $60 മില്യൺ വലിയ ബിസിനസ്സുകൾ ഈ ഗ്യാങ് നടത്തിയിരുന്നു. തൻ്റെ മുന്നിൽ തടസ്സമായി വന്നതിനെയൊക്കെ പാബ്ലോ വകവരുത്തുകയും ചെയ്തു. പാബ്ലോയുടെ വീടിരിക്കുന്നത് 20 കിലോമീറ്റർ ചുറ്റളവിലായിരുന്നു. അതിനുള്ളിൽ, അതായത് ആ ഒരു കോമ്പൗണ്ടിനുള്ളിൽ ഒരു മൃഗശാലയുണ്ട്. അതിൽ ഹിപ്പോപ്പൊട്ടാമസ്, ജിറാഫ് ഒക്കെ തന്നെയുണ്ട്. വലിയ ഗാർഡൻ, പ്രൈവറ്റ് എയർപോർട്ട് എന്നിങ്ങനെ പോകും ആ കോമ്പൗണ്ടിലെ ലിസ്റ്റ്. ഏകദേശം 16 വിമാനങ്ങൾ സ്വന്തമായി ഡ്രഗ്സ് കടത്താൻ മാത്രമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ലോകം കണ്ട ഏറ്റവും വലിയ കള്ളക്കടത്തുകാരനാണെങ്കിലും ഇദ്ദേഹം നിരവധി വീടുകൾ പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. ഡ്രെയിനേജുകൾ, സ്കൂളുകൾ, വലിയ വലിയ ഫുട്ബോൾ ക്ലബ്ബുകൾ മറ്റുമൊക്കെ അവർക്ക് വേണ്ടി ഇദ്ദേഹം തുടങ്ങിക്കൊടുത്തിട്ടുണ്ട്. 1976 18 കിലോഗ്രാം വരുന്ന വൈറ്റ് പേസ്റ്റ് എന്ന മയക്കുമരുന്നുമായി പാബ്ലോ അറസ്റ്റിലായി. ഈ കേസിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി ധാരാളം പണം വാരിയെറിഞ്ഞെങ്കിലും പെട്ടെന്ന് ഊരിപ്പോകാനൊന്നും കഴിഞ്ഞിരുന്നില്ല. എന്നാൽ മാസങ്ങൾക്ക് ശേഷം ജയിൽ മോചിതനായ പാബ്ലോ ആദ്യം ചെയ്തത് തന്നെ അറസ്റ്റ് ചെയ്ത പോലീസുകാരനെ ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. തനിക്കെതിരെ നിന്നതിൽ ഏകദേശം 622-ലധികം പോലീസുകാരെ പാബ്ലോ ക്രൂരമായി കൊന്നുതള്ളി. പ്ലാറ്റ, അതായത് വെള്ളി അല്ലെങ്കിൽ EM, ഇതായിരുന്നു പാബ്ലോയുടെ രീതി. എന്നുവെച്ചാൽ ഒന്നുകിൽ പാബ്ലോ കൊടുക്കുന്ന കാശ് വാങ്ങിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ശബ്ദമുയർത്താതെ ജീവിക്കണം, അല്ലെങ്കിൽ EM കൊണ്ടുണ്ടാക്കുന്ന വെടിയുണ്ടകൾ തുളച്ചു കയറി മരണത്തിന് കീഴടങ്ങണം. ഇതായിരുന്നു പാബ്ലോയുടെ ഒരു ശൈലി. 1989 പാബ്ലോയുടെ ശത്രുവായ ഒരേ ഒരാളെ കൊലപ്പെടുത്തുന്നതിനായി മാത്രം അയാൾ സഞ്ചരിച്ചിരുന്ന 100-ലധികം സഞ്ചാരികളുണ്ടായിരുന്ന ഒരു വിമാനം പാബ്ലോ ബോംബ് വെച്ച് തകർത്തിരുന്നു. ഏകദേശം 4000 കൊലപാതകങ്ങളുമായി പാബ്ലോയ്ക്ക് നേരിട്ട് ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ തന്നെ ഊഹിക്കാം എത്രത്തോളം പേരെയായിരിക്കും കണക്കിൽപ്പെടാതെ മരിച്ചിട്ടുണ്ടാവുക എന്ന്. ഈ 4000 പേരിൽ 210 എണ്ണം പാബ്ലോയ്ക്കെതിരെ വിധി പറഞ്ഞ ജഡ്ജിമാരായിരുന്നു. അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് നൽകിയാൽ ഉടൻ തന്നെ പാബ്ലോ അവരെയും കൊന്നുതള്ളുമായിരുന്നു. അങ്ങനെ പാബ്ലോയ്ക്കെതിരെ നിന്നവരെയൊക്കെ കൊന്നുതള്ളി അദ്ദേഹം മുന്നേറിക്കൊണ്ടേയിരുന്നു. അധികാരം നിലനിർത്തുവാൻ വേണ്ടി മാത്രം പാബ്ലോയുടെ ഗ്യാങ് നടത്തിയ കൊലപാതകങ്ങൾ തന്നെ ഏകദേശം 27,000-ന് മുകളിൽ ഉണ്ടാകും. അങ്ങനെ കൊളംബിയൻ രാജ്യത്തിന് ക്രൈം ക്യാപിറ്റൽ ഓഫ് വേൾഡ് എന്ന ബഹുമതിയും പാബ്ലോയും ഗ്യാങ്ങും നേടിക്കൊടുത്തുവെന്ന് വേണം പറയാൻ. അതിനുമാത്രം കുറ്റകൃത്യങ്ങളും കൊലപാതകങ്ങളും നടന്നിട്ടുള്ളത് കൊണ്ടാണ് ഈ ഒരു പട്ടം കൊളംബിയയ്ക്ക് പാബ്ലോയാൽ ലഭിച്ചത്. ചോരമടക്കുന്ന കൊളംബിയയിലെ പാബ്ലോയെക്കുറിച്ച് പറയാൻ ഇനിയും ഒരുപാട് കഥകളുണ്ട്. 1982 പാർലമെന്റ് തെരഞ്ഞെടുപ്പോടെ പാബ്ലോയുടെ ജീവിതത്തിലെ പുതിയൊരു അധ്യായത്തിന് തന്നെ തുടക്കമായിരുന്നു. ചേംബർ ഓഫ് റെപ്രസെൻറ്റേറ്റീവിൽ അദ്ദേഹത്തിന് അംഗത്വം ലഭിച്ചു. ഈ കാലഘട്ടത്തിലായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കുക, ഫുട്ബോൾ മൈതാനം നിർമ്മിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ജനപ്രിയനാവുന്നത്.
ആഡംബര ഹോട്ടലുകളും റിസോർട്ടുകളും കൊട്ടാരങ്ങളുമെല്ലാം വാങ്ങിക്കൂടുന്നത് പാബ്ലോയുടെ ഒരു ഹോബിയായിരുന്നു. അതിൽ ഏറ്റവും മനോഹരമായ കൊട്ടാരമായിരുന്നു $63 മില്യൺ കൊടുത്ത് അദ്ദേഹം വാങ്ങിയ ഹാസിൻഡിയ നെപ്പോളിസ്. 7000 ഏക്കറിൽ നിറഞ്ഞു നിന്ന സർവ്വസന്നാഹങ്ങളുമുള്ളൊരു കൊട്ടാരം. നേരത്തെ പറഞ്ഞിരുന്ന ആ കൊട്ടാരം തന്നെയായിരുന്നു ഇത്. ഒരു എയർപോർട്ട് വരെ അതിനുള്ളിലുണ്ട്. നിലവിലിപ്പോൾ അതൊരു പാർക്കായി മാറ്റിയിട്ടുണ്ട്. എത്രയൊക്കെ പല വഴികളായി ചിലവാക്കിയിട്ടും പാബ്ലോയ്ക്ക് പണം വീണ്ടും വീണ്ടും കുമിഞ്ഞു കൂടിക്കൊണ്ടേയിരുന്നു. എന്നാൽ ഇതൊക്കെ തന്നെയും കണക്കിൽപ്പെടാത്തതായതിനാൽ എല്ലാം നോട്ടുകെട്ടുകളായി തന്നെ സൂക്ഷിക്കേണ്ട അവസ്ഥയായിരുന്നു പാബ്ലോയ്ക്ക്. ഒരു വർഷത്തിൽ ഏകദേശം $2 ബില്യൺ അദ്ദേഹത്തിൻ്റെ ഗോഡൌണിൽ നിന്നും എലികൾ കരണ്ട് തിന്നാറുണ്ടായിരുന്നു. കുറേയധികം നനഞ്ഞു പോവുകയും ചിലതൊക്കെ പൂപ്പലുണ്ടായി നശിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. ഈ നോട്ടുകൾ കെട്ടിവെക്കുന്നതിന് വേണ്ടി മാത്രമായി ഏകദേശം $1000 റബ്ബർ ബാൻഡുകളായിരുന്നു ഒരാഴ്ചയിൽ ഇദ്ദേഹം വാങ്ങിക്കൂട്ടിയിരുന്നത്. ഇന്നത്തെ ഇന്ത്യൻ മതിപ്പിൽ 73,000 അടുത്തുണ്ടാകും. 73,000 റബ്ബർ ബാൻഡുകൾ നോട്ട് കെട്ടുവാനായി മാത്രം അദ്ദേഹം ഒരാഴ്ചയിൽ വാങ്ങിയിരുന്നു. അപ്പോൾ ചിന്തിക്കാമല്ലോ എത്രത്തോളം പണം കുമിഞ്ഞുകൂടിയിട്ടുണ്ടായിരുന്നുവെന്ന്, അതും ഒരാഴ്ചയിൽ. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം കൊളംബിയൻ ജനങ്ങളുടെ പ്രിയപ്പെട്ടവനായി മാറുന്നത്. ആ നാട്ടിൽ, അതായത് സ്വന്തം നാടായ കൊളംബിയയിൽ സ്കൂളുകളും ആശുപത്രികളും മറ്റുമൊക്കെ പണിത് അദ്ദേഹം അവരുടെ കണ്ണിലുണ്ണിയായി മാറി. സഹായം ചോദിച്ചു പോകുന്ന എല്ലാവർക്കും അദ്ദേഹം കൈനിറയെ പണം വാരി കൊടുക്കുമായിരുന്നു. മറ്റു രാജ്യങ്ങൾക്ക് പാബ്ലോ ഒരു ഡോണും കൊലയാളിയും ക്രൂരനുമൊക്കെയാണെങ്കിലും സ്വന്തം നാട്ടിൽ ജനങ്ങൾക്ക് അദ്ദേഹം ഒരു ദൈവമായിരുന്നു. ഈ ഒരു ജനപിന്തുണയാണ് കൊളംബിയൻ പാർലമെന്റിലേക്ക് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാൻ സഹായിച്ചതും. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ചില മന്ത്രിമാരുടെ എതിർപ്പ് കാരണം അയാൾക്ക് അന്ന് രാജിവെക്കേണ്ടി വന്നു. രാജിവെച്ച് പാബ്ലോ ആദ്യം എന്ത് ചെയ്തു കാണുമെന്ന് പറയാതെ തന്നെ നമുക്കറിയാം. രാജിവെക്കാൻ കാരണമായ മന്ത്രിമാരെ വകവരുത്തുകയായിരുന്നു ചെയ്തത്. തനിക്കെതിരെ നിൽക്കുന്ന എന്തിനേയും അധികം നാൾ പാബ്ലോ വെച്ചുകൊണ്ടിരുന്നില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ അവസാനം US ഗവൺമെൻറ് തന്നെ പാബ്ലോയ്ക്കെതിരെ തിരിയുകയും പാബ്ലോയെ അറസ്റ്റ് ചെയ്യാൻ കൊളംബിയൻ ഗവൺമെൻറ്റിന്മേൽ സമ്മർദ്ദമുണ്ടാക്കുകയും ചെയ്തു. പിന്നീട് ഇത് ശരിയാകില്ല എന്ന് മനസ്സിലാക്കിയ പാബ്ലോ കൊളംബിയൻ ഗവൺമെൻറ്റിന് ഒരു ഓഫർ നൽകി. തൻ്റെ രാജ്യത്തിൻ്റെ മൊത്തം കടമായ $10 ബില്യൺ താൻ തന്നെ വഹിച്ചുകൊള്ളാമെന്നതായിരുന്നു ആ വാഗ്ദാനം. മാത്രമല്ലാതെ താൻ തന്നെ പണിത ഒരു ജയിലിൽ തടങ്കലിൽ ഇരുന്നു കൊള്ളാമെന്നും ഒരു ഉടമ്പടി വെച്ചു. മറ്റു മാർഗമില്ലാതെ കൊളംബിയൻ ഗവൺമെൻറ്റിന് ഇത് സമ്മതിക്കേണ്ടിയും വന്നു. അങ്ങനെ പാബ്ലോ തനിക്കായി സർവ്വസന്നാഹങ്ങളുമുള്ള ഒരു ആഡംബര ജയിൽ പണിയുകയും പിന്നീട് അതിനുള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ തൻ്റെ സാമ്രാജ്യം നിയന്ത്രിക്കുകയും ചെയ്തു. ഒരു കുന്നിൻ്റെ ചെരുവിലായി നിർമ്മിച്ച ജയിലിൽ ധാരാളം ഫുട്ബോൾ പ്ലേ ഗ്രൗണ്ടുകളും സ്വിമ്മിംഗ് പൂളും സ്പാ, ജിം അങ്ങനെ ധാരാളം സുഖസൗകര്യങ്ങളോട് കൂടി നിർമ്മിച്ചിരുന്ന ജയിലായിരുന്നു അത്. ജയിലിന് ചുറ്റുമായി കാടാണ്. എതിരാളികൾക്ക് വളരെ പെട്ടെന്നൊന്നും ആക്രമിക്കാൻ കഴിയില്ല. കാരണം അത്രയും സുരക്ഷിതത്വം പാബ്ലോ സ്വയം കരുതിയിട്ടുണ്ടായിരുന്നു. തൻ്റെ സുരക്ഷയ്ക്കായി നിരവധി അനുയായികളും ആ ജയിലിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ജയിലിലിരിക്കുമ്പോൾ അടുത്തുള്ള ടൗൺ കാണാനായി സാധിക്കും. ആ ടൗണിൽ തന്നെയായിരുന്നു പാബ്ലോ എസ്കോബാറിൻ്റെ ഫാമിലി വസിച്ചിരുന്നതും. അദ്ദേഹം ജയിലിലായിരിക്കുമ്പോഴും സ്ഥിരമായി തൻ്റെ മകളുമായി ഫോണിൽ സംഭാഷണത്തിൽ ഏർപ്പെടാറുണ്ടായിരുന്നു. ഫോണിൻ്റെ മറുഭാഗത്തു നിന്നും മറുപടി തരുന്ന മകളെ പാബ്ലോയ്ക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അത്രയും അടുത്താണ് ടൗണും ജയിലും തമ്മിലുള്ള അന്തരം. അപ്പോൾ തന്നെ മനസ്സിലാക്കാം പാബ്ലോ തൻ്റെ കുടുംബത്തിനെയും കുഞ്ഞുങ്ങളെയും എത്രത്തോളം സ്നേഹിച്ചിരുന്നുവെന്ന്. എത്രയും പ്രിയപ്പെട്ട അനുയായികളായിരുന്നാലും അതിലും ചില ഒറ്റുകാരുണ്ടാവും. അങ്ങനെ ജയിലിലായിരിക്കുമ്പോൾ ഒറ്റുകാരാണെന്ന് സംശയം തോന്നിയ 2 സുഹൃത്തുക്കളായിരുന്നവരെ തല്ലിക്കൊന്നുവെന്ന് അഭ്യൂഹങ്ങളുണ്ട്. ഗോൾഫ് കളിക്കാനായി ഉപയോഗിച്ചിരുന്ന സ്റ്റിക്ക് ഉപയോഗിച്ച് തലക്കടിച്ചു കൊന്നുവെന്നാണ് പുറം ലോകം അറിഞ്ഞതെങ്കിലും സത്യാവസ്ഥ അതല്ലായിരുന്നു. അതിക്രൂരമായ രീതിയിലാണ് പാബ്ലോ ഈ 2 പേരെയും അടിച്ചു കൊന്നത്. ഈ 2 പേരെയും തല്ലിക്കൊന്നതിന് ശേഷം കഷ്ണം കഷ്ണങ്ങളായി മുറിച്ച് അടുപ്പിൽ വെച്ച് ചുട്ടെടുക്കുകയായിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട്. ഇതുമാത്രമല്ലാതെ പല സംഭവ വികാസങ്ങളും നടന്നതിനാൽ കൊളംബിയൻ ഗവൺമെൻറ് പാബ്ലോയെ മറ്റൊരു ജയിലിലേക്ക് മാറ്റാനുള്ള നടപടികൾ തുടങ്ങിയിരുന്നു. കൊളംബിയൻ സർക്കാരുമായി ഉണ്ടായ ധാരണയിൽ 5 വർഷത്തേക്കായിരുന്നു പാബ്ലോയുടെ തടവ് ശിക്ഷ. എന്നാൽ 1 വർഷവും 4 മാസവും ആയപ്പോഴേക്കുമാണ് പാബ്ലോയെ ജയിൽ മാറ്റാനായി സർക്കാർ തീരുമാനിക്കുന്നത്. ഈ വിവരം അറിഞ്ഞ പാബ്ലോ അവിടെ നിന്നും രക്ഷപ്പെട്ടു. അതായത് പാബ്ലോയെക്കുറിച്ചുള്ള വസ്തുതകൾ പരസ്യമായപ്പോൾ 1992 ജൂലൈ 22 പ്രസിഡന്റായ ഗാവേരിയ പാബ്ലോയെ യഥാർത്ഥ ജയിലിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. ഈ തീരുമാനത്തെക്കുറിച്ച് പാബ്ലോ നേരത്തെ അറിഞ്ഞപ്പോഴാണ് അവിടുന്ന് രക്ഷപ്പെട്ടത്. എന്നാൽ അദ്ദേഹത്തിന് സ്വയം രക്ഷ നേടാനാകുന്ന കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനിടയിൽ പാബ്ലോയുടെ സംഘടനയായ മെഡലിയൻ കാർട്ടൽ തകർക്കുകയും മറ്റു ചിലർ പാബ്ലോയുടെ അനുയായികളെ വധിക്കുകയും ചെയ്തു.
പാബ്ലോയുടെ സംഘത്തിലുള്ള ഓരോരുത്തരെയും കണ്ണിൽപ്പെടുന്ന എല്ലാവരെയും പോലീസ് ഉടനെ തന്നെ വെടിവെച്ച് കൊന്നുകൊണ്ടേയിരുന്നു. എന്നിരുന്നാലും ഇതിലൊന്നും പാബ്ലോയെ തകർന്നു പോയിരുന്നില്ല. ധാരാളം സമ്പത്ത് അപ്പോഴും അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ കൂടെയുണ്ടായിരുന്ന പകുതിയിലധികം പേരും മരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നർത്ഥം. ഇതിനിടയിൽ ഗവൺമെൻറ്റുമായി പാബ്ലോ ഒരു ചർച്ച നടത്താൻ തീരുമാനിച്ചെങ്കിലും കൊളംബിയൻ പ്രസിഡന്റും US അധികൃതരും അദ്ദേഹവുമായുള്ള ചർച്ചയിൽ ഏർപ്പെടാൻ തയ്യാറായിരുന്നില്ല. ഗവൺമെൻറ് പാബ്ലോയുടെ തലയ്ക്ക് $10 മില്യൺ പ്രഖ്യാപിച്ചു. അവർ തന്നെ പറയുന്നത് കൊളംബിയൻ പ്രസിഡന്റിൻ്റെ 200 വർഷത്തെ സാലറിക്ക് തുല്യമാണ് ഈ തുകയെന്നാണ്. അക്കാലത്ത് ഒരു കുറ്റവാളിയെ പിടിക്കുന്നതിനുള്ള ഏറ്റവും വലിയ പ്രതിഫലമായിരുന്നു അത്. എന്നാൽ അതിനിടയിൽ രാജ്യത്തെയും ഗവൺമെൻറ്റിനെയും ക്രൂരമായ രീതിയിൽ ഭയപ്പെടുത്തുവാൻ പാബ്ലോ തീരുമാനിക്കുകയായിരുന്നു. 1993 ജാനുവരി 30 തലസ്ഥാനത്തെ തിരക്കേറിയ ഒരു നഗരത്തിൽ അദ്ദേഹം ഒരു സ്ഫോടനം നടത്താൻ തീരുമാനിച്ചു. ഇതിൻ്റെ ഫലമായി 20ലധികം ആളുകൾ മരിക്കുകയും 70ഓളം ആളുകൾക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തു. എന്നാൽ ഇത് പാബ്ലോ ആണെന്ന് മനസ്സിലാക്കിയ ചിലർ പിറ്റേ ദിവസം തന്നെ പാബ്ലോയുടെ വീട് കത്തിച്ചു. എതിരാളികൾ വീട് നശിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഉപദ്രവിക്കുകയും എസ്റ്റേറ്റുകൾ നശിപ്പിക്കുകയും ചെയ്യാൻ ആരംഭിച്ചു. ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് 1993 അവസാനത്തിൽ മെഡലിയൻ കാർട്ടൽ തകർക്കപ്പെടുന്നതും.